തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ട ഷഹീനയുടെ സഹോദരൻ ഷംഷാദ്, സുഹൃത്ത് വിശാഖ് എന്നിവരെയാണ് കൊലപാതകം നടന്ന അപ്പാർട്ട്മെന്റിലെത്തിച്ച് തെളിവെടുത്തത്. സഹോദരിയെ കൊല്ലാൻ വേണ്ടിയാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തതെന്നും ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടെ എത്തിച്ചതെന്നും ഷംഷാദ് മൊഴി നൽകി. സഹോദരിയുടെ നിരന്തരമായ ഫോൺ ഉപയോഗമാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് പ്രതിയുടെ മൊഴി. ഇതുമൂലം ഭർത്താവുമായി ഷഹീന പിണങ്ങിയിരുന്നു. ഭർത്താവുമായുള്ള പ്രശ്നം പരിഹരിക്കാനായി നിരന്തരം സഹോദരിയോട് ആവശ്യപ്പെട്ടു. കേൾക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ഷംഷാദിന്റെ മൊഴി. നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് കൊല്ലാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത്. അടുത്ത് വീടുകളുള്ളതിനാൽ അവിടെ നടക്കില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് അപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തു. സമീപത്തെ അപ്പാർട്ട്മെന്റുകളിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു കൊലപാതകം. ഒറ്റപ്പെട്ട അപ്പാർട്ട്മെന്റ് ആയതിനാൽ ശബ്ദം പുറത്തു കേൾക്കില്ലെന്ന് കരുതിയെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. 4 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. കൊലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷഹീനയെ സഹോദരൻ ഷംഷാദ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഷഹീനയും ഷംഷാദും തമ്മിൽ വഴക്കുണ്ടായിരുന്നതായി മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് അപ്പാർട്ട്മെന്റിലെത്തി പരിശോധിച്ചപ്പോഴാണ് പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചു കിടന്ന ഷഹീനയെ കണ്ടത്. 3 ദിവസത്തോളം ഷഹീനയെ ഷംഷാദ് ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മർദ്ദനത്തിൽ ഷഹീനയുടെ തലയൊട്ടി പൊട്ടിയിരുന്നു. വാരിയെല്ലുകളും തകർന്ന നിലയിലായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.